നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മാഡം ഒരു മൂഡ് ഓഫ് പോലെ? ഓ, സ്റ്റേഷനിൽ നിന്ന് നാത്തൂൻ വന്നതുകൊണ്ടായിരിക്കും അല്ലേ? വീട്ടിലെ പോലെ ഇവിടെയും അവള് നാത്തൂൻ പോലും എടുക്കുന്നുണ്ടോ? ആ, ഇവിടെ പിന്നെ മേൽക്കൈ മാഡത്തിനാണല്ലോ. നിനക്ക് എന്താടി വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്റെ വളരെ നല്ലൊരു കൂട്ടുകാരി സെല്ലി കിടക്കുമ്പോ അന്ന് കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ അന്വേഷണം അറിയിക്കാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇവിടെ കയറി ആവശ്യമില്ലാത്ത ഷോ കാണിച്ച എന്താ സംഭവിക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ തല്ല് വാങ്ങാൻ നിൽക്കാതെ പോവാൻ നോക്കടി. ഓക്കെ ഓക്കെ, ഞാൻ പോയേക്കാം. നീ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. വീട്ടിലെ സ്വപ്നയുടെ കാര്യം പറഞ്ഞ് വഴക്ക് നടക്കുന്നുണ്ടാവും അല്ലേ? വീട്ടിലെല്ലാരും സ്വപ്നയെ കള്ളക്കേസിൽ കുടുക്കിയത് നീയാണെന്നായിരിക്കും വിശ്വസിക്കുന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയാണെന്ന് പോലും നോക്കാതെ എല്ലാവരും കൂടി നിനക്ക് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ടാവൂല്ലേ? സാരമില്ല, വലിയ കാര്യത്തില് നീ എന്നെ തോൽപ്പിച്ച് ഗിരിയെ സ്വന്തമാക്കിയതല്ലേ? അനുഭവിച്ചോ? ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ കുടുംബം ഒരിക്കലും തകരാൻ പോകുന്നില്ല. സ്വപ്ന തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് തെളിയിച്ച് അവളെ തിരിച്ച് വീട്ടിലെത്തിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ. എന്നെ കൊണ്ടതിന് സാധിക്കും. നീ അങ്ങനെ എന്തെങ്കിലും വാക്ക് ഭാനുമതി അമ്മയ്ക്ക് കൊടുത്തോ? ആ വണ്ടി ഇടിച്ചു മരിച്ച കുട്ടിയുടെ തന്തയ്ക്കും തളയ്ക്കും നീ ഇതുപോലൊരു വാക്ക് കൊടുത്തതല്ലേ? എന്നിട്ട് അത് പാലിക്കാൻ നിന്നെ കൊണ്ടായോ? അവർക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചാലും കുഴപ്പമില്ല. അവരെ കാണുമ്പോ മുങ്ങി നടന്നാ മതിയല്ലോ. പക്ഷേ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ കൊടുക്കരുത്. അങ്ങനെ ചെയ്താലേ അവര് മനസ്സമാധാനം കെടുത്തും. അവർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം നീ മറക്കണ്ട. സ്വപ്നയെ ഈ കള്ളക്കേസിൽ കുടുക്കിയതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഞാനത് അറിയിക്കുന്നത് പോലീസിനെ ആയിരിക്കില്ല, ഗിരിയേട്ടനെ ആയിരിക്കും. കുടുംബത്തിലുള്ളവരെ തൊട്ടാ ഗിരിയേട്ടൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിന്റെ അച്ഛൻ ഗോപാലൻ വിചാരിച്ചാ പോലും പിന്നെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടി. അമ്മ ഗോപാൽജിയുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇപ്പൊ അമ്മയ്ക്കും ഞാൻ ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ലാതായിട്ടുണ്ട്. നല്ല കാര്യം. നീ വേണോന്ന് വെച്ച് അമ്മയെ ഗോപാൽജിക്കെതിരെ തിരിച്ചല്ലേ? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിക്ക് ഏഷണിയും പരദൂഷണം പറയുന്നത് കേൾക്കുന്നതും തീരെ ഇഷ്ടമല്ല. ഇനി ഗോപാൽജിയെ കുറിച്ച് ഞാൻ അങ്ങനെ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ അമ്മ ഇത് കേൾക്കുന്നു ഗിരേടിന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അമ്മ ഗോപാൽജിയുടെ വീട്ടിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ദേഷ്യത്തിൽ ഒറ്റ പോക്കായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാ അമ്മ അങ്ങോട്ടാ പോയെന്ന് ഞാൻ അറിയുന്നത് തന്നെ. സ്വപ്നയുടെ കാര്യം ആലോചിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന എന്റെ പേടി. അവളെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വഴിയൊന്നുമില്ലേ? കേസ് നല്ല സ്ട്രോങ് ആ ഗിരിയേട്ട. സ്വപ്ന ഓടിച്ച വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തതിന് ഞാൻ തന്നെ സാക്ഷിയല്ലേ? പോരാത്തതിന് ആ വണ്ടി മയക്കുമരുന്ന് കേസുകളിൽ സ്ഥിരമായി പ്രതിയാവുന്ന ഒരാളുടെയും കൂടിയാ. പക്ഷെ അവൾക്ക് ആ വണ്ടി കൊടുത്തത് സഞ്ജയല്ലേ? അപ്പൊ അവനെ അറസ്റ്റ് ചെയ്ത കേസ് തെളിയില്ലേ? അവനെ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ പറഞ്ഞാ മതി, അവനെ ഞാൻ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടുതരാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സഞ്ജയും ആ കാറും തമ്മിൽ ഒരു ബന്ധവുമില്ല ഗിരിയേട്ട. ആ കാറ് അവനാണ് സ്വപ്നയ്ക്ക് കൊടുത്തതെന്ന് ഒരു തെളിവുമില്ലല്ലോ. അവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ സ്വപ്നയെ കുടുക്കിയത്. അവൻ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ഗോപാലിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് സംഭവിച്ചാലും നിനക്ക് അതിലേക്ക് ഗോപാൽജിയെ വലിച്ചഴിക്കണമല്ലേ? ഈ വിഷയത്തിൽ അയാൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട.
അന്വേഷണം ശരിയായ ട്രാക്കിൽ പോയില്ലെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ സാധ്യതകളും തുറന്ന മനസ്സോടെ കാണാൻ സാധിക്കണം. ഗോപാൽജിയെ സംശയിക്കാനും മാത്രം തുറന്ന മനസ്സൊന്നും എനിക്കില്ല. എന്നാ പിന്നെ സ്വപ്നം ജയിലിലേക്ക് പോട്ടെ. പിന്നല്ലാതെ ഈ അവസ്ഥയിൽ നിന്ന് സ്വപ്നെ രക്ഷിക്കാൻ 2 പേർക്കേ കഴിയൂ. ഒന്ന് ദൈവത്തിന്, പിന്നെ സഞ്ജുവിന്. ദൈവം കനിഞ്ഞാലും സഞ്ജു കനിയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ മോൾ ഇപ്പൊ ഈ ദുരിതഫലം അനുഭവിക്കുന്നത് തന്റെ മോൻ കാരണം. നാളെ ഓഫീസിലേക്ക് വരൂ. ശരി സർ. എന്നാ പോവാം. നീ എന്താണ് നിന്ന് പരിങ്ങുന്നേ? ഒന്നുമില്ല, നമുക്ക് പോവാം. വണ്ടി കയറ്. ഗിരീട്ടാ, വന്നേ, ഇതൊന്ന് നോക്കിയേ.